പൊതുവെ വായനയോടന്ന് നല്ല താല്പര്യങ്ങളുണ്ട്. എന്തെങ്കിലും പത്രങ്ങൾ അത് മാത്രമല്ല വായനശാലയിൽ പോകുന്നതിന് പ്രധാന കാരണം മറ്റൊന്ന് റേഡിയോ ആണ്. നമ്മുടെ നാട്ടിലൊന്നും ഇവിടെയൊന്നും റേഡിയോ ഇല്ല. വായനശാലയിൽ മാത്രമേ റേഡിയോ. ഇപ്പം നല്ല പാട്ടൊക്കെ കേൾക്കാനുള്ള, അതുപോലെ തന്നെ ഈ ഫുട്ബോൾ കമൻ്ററി, ആഴ്ചയിൽ ഒരു ദിവസം സിനിമയുടെ ഈ ശബ്ദരേഖ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പം ഇന്നത്തെ കാലത്തില്ല. അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ വായനശാലയിൽ തന്നെ പോകണം. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു എന്താ പറയണ്ട, അതിലേക്ക് അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള ഏർപ്പാടുകളൊന്നുമില്ല. ഇന്നത്തെ പോലെ സമയം കുറവൊന്നുമില്ല. ജോലിയാണെങ്കിൽ നമ്മളെന്തെങ്കിലും വീട്ടിലുള്ള ജോലി, അത്യാവശ്യം എന്തെങ്കിലും കൃഷിപ്പണിയൊക്കെ അച്ഛനെയും അമ്മേനെ സഹായിച്ച് ബാക്കി കിട്ടുന്ന ഒട്ടുമുക്കാൽ സമയങ്ങളും പുസ്തകം വായനയോ അല്ല വായനശാലയിലുള്ള കളികളോ മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ സമയക്കുറവൊന്നുമില്ല. പണ്ട് ഞാൻ 30 കൊല്ലം സെക്രട്ടറി ആയി എന്ന് പറഞ്ഞാൽ കാലത്തിനല്ല, എത്ര കൊല്ലമായി എന്നുള്ളതൊന്നല്ല വിഷയം. അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി പണി ഇന്നൊരു വായനശാല സെക്രട്ടറി ചെയ്യുന്നുണ്ട്. അത് നോവലിൻ്റെ ഇടയ്ക്ക് തന്നെ പറയണ ഈ ഡിറ്റക്റ്റീവ് നോവൽ അതൊരു വല്ലാതൊരു എന്താ പറയുക, ചില ഈ ആൾക്കാരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ തട്ടിപ്പറിച്ചു കൊണ്ട് പോകുന്ന സ്ഥിതിയൊക്കെ ആ രീതിയിൽ ഡിറ്റക്റ്റീവ് പുസ്തകങ്ങളാണ് അന്ന് വായനശാലയിൽ നോവലിൻ്റെ കൂട്ടത്തിൽ കാര്യമായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ലേഖനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. കുട്ടിക്കാലം എന്ന് പറയുന്നത് വായനശാലയാണ്. വായനശാല എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന വിശാലമായ ഒരു പറമ്പാണ് നമ്മുടെ വായനശാല. പറമ്പിൻ്റെ നടുക്കൊരു വായനശാല, അതിൻ്റെ വലിയ മൈതാനം പോലെ പലതരത്തിലുള്ള കളികൾ കളിക്കാനുള്ള ആൾക്കാർക്ക് ഒത്തുകൂടാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർ, കുട്ടികൾ വായനശാലയിൽ നിന്ന് ഈ ബാലസാഹിത്യം, ചെറിയ പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അപ്പോൾ നമ്മളും വായനശാലയ്ക്ക് ഈ ലൈബ്രറിയനോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ ചെറിയ പുസ്തകങ്ങൾ, ചെറിയ 10-15 പേജുള്ള ചെറിയ പുസ്തകങ്ങൾ വായിക്കാനും അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ വരുന്നത്. കുറച്ച് പുസ്തകങ്ങളെ അന്ന് വായനശാല ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊരു 13-14 വയസ്സുള്ള സമയത്ത് വായനശാലയിൽ നിന്ന് പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് സ്കൂളിലുള്ള മാഷന്മാരും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറി ഉണ്ട്, അവിടുന്ന് ചില പുസ്തകങ്ങൾ തരും. അപ്പോൾ മാഷ് പറയും, പഠിപ്പിച്ച മാഷൊക്കെ നമ്മുടെ വായനശാലയുടെ ഒരു പ്രവർത്തകനാണ്. എൻ്റെ വായനശാലയിൽ ഇഷ്ടം പോലെ പുസ്തകമുണ്ട്, അവിടെ പോയി വായിച്ചോ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവങ്ങളുണ്ട്. പൊതുവെ വായനയോടന്ന് നല്ല താല്പര്യങ്ങളുണ്ട്. എന്തെങ്കിലും പത്രങ്ങൾ അത് മാത്രമല്ല വായനശാലയിൽ പോകുന്നതിന് പ്രധാന കാരണം മറ്റൊന്ന് റേഡിയോ ആണ്. നമ്മുടെ നാട്ടിലൊന്നും ഇവിടെയൊന്നും റേഡിയോ ഇല്ല. വായനശാലയിൽ മാത്രമേ റേഡിയോ. ഇപ്പം നല്ല പാട്ടൊക്കെ കേൾക്കാനുള്ള, അതുപോലെ തന്നെ ഈ ഫുട്ബോൾ കമൻ്ററി, ആഴ്ചയിൽ ഒരു ദിവസം സിനിമയുടെ ഈ ശബ്ദരേഖ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പം ഇന്നത്തെ കാലത്തില്ല. അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ വായനശാലയിൽ തന്നെ പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വായനശാലയെ ബന്ധപ്പെട്ടിട്ട് വരുന്നത്. പിന്നെ 10ാം ക്ലാസ് പാസ്സായതിന് ശേഷം വേറെ തുടർന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യമൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. അപ്പോൾ ഗോപാലകൃഷ്ണ മാഷ് പറഞ്ഞ ഇവൻ ലൈബ്രറിയൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ലൈബ്രറിയനായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലൈബ്രറിയനാകുമ്പോൾ നേരത്തെ കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ വായിക്കാതെ നമുക്കൊരാൾക്കൊരു പുസ്തകം എടുത്തു കൊടുക്കാൻ പറ്റാത്ത, അപ്പോൾ വരുന്ന ഗ്രാൻഡിന് വാങ്ങിക്കുന്ന പുസ്തകങ്ങളൊക്കെ കൃത്യമായി വായിക്കാനും വരുന്നവർക്ക് ഇന്ന പുസ്തകങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു രീതി, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വായനയിലേക്കുള്ളൊരു ത്വര ഇങ്ങനെ കൂടിക്കൂടി വന്നത്. അങ്ങനെയാണ് വായന എന്ന് പറഞ്ഞാൽ ഒരു രാത്രി 12 മണി 1 മണി വരെയൊക്കെ വായനശാലയിൽ നിന്ന് വീട്ടിലേക്ക് പോകണമെന്ന് തന്നെ ഒരു 10-11 മണിയാവും. അത്ര വരെ ആൾക്കാരുണ്ടാവും വായനശാലയിൽ. അത് കഴിഞ്ഞ് പോയാലും ചിമ്മിണിക്കൂടിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെയാണ് ഉള്ളൊരു രീതി. പ്രധാനമായി ആദ്യം വായിച്ചത് എനിക്കൊന്ന് ബാലസാഹിത്യം, കുട്ടികളുടെ പുസ്തകങ്ങളായിരിക്കും ആദ്യം വായിച്ചിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് അതുപോലത്തെ പുസ്തകങ്ങളാണ് കിട്ടുക. വായനശാലയിൽ നിന്നും അങ്ങനെയുള്ള അന്നത്തെ ലൈബ്രറിയന്മാർ നമുക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങളേ തരുള്ളൂ, വലിയ പുസ്തകങ്ങൾ തരില്ല, ചോദിച്ചാലും തരില്ല. അപ്പോൾ ബാലസാഹിത്യം തന്നെയാണെന്ന് വായിച്ചത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ നാടകങ്ങൾ, ചെറിയ കുഞ്ഞു കവിതകൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ആദ്യമൊക്കെ വായിച്ചിട്ടുള്ളത്.
പിന്നെ ആണ് ഈ നോവലുകൾ. അത് നോവലിൻ്റെ ഇടയ്ക്ക് തന്നെ പറയണ ഈ ഡിറ്റക്റ്റീവ് നോവൽ, അതൊരു വല്ലാതൊരു എന്താ പറയുക, ചില ഈ ആൾക്കാരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയൊക്കെ, ആ രീതിയിൽ ഡിറ്റക്റ്റീവ് പുസ്തകങ്ങളാണ് അന്ന് വായനശാലയിൽ നോവലിൻ്റെ കൂട്ടത്തിൽ കാര്യമായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ലേഖനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ, അതിനൊക്കെ നല്ല രീതിയിൽ വായനക്കാർ ഉണ്ടാകുന്ന ഈ പഴയ ഒരു ദുർഗാപ്രസാദ് ഖത്രി എന്നൊക്കെ പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. അയാൾ ഈ ഡിറ്റക്റ്റീവ് നോവലൊക്കെ നമ്മൾ ഒരു 1000-500 പേജുള്ള ഒരു പുസ്തകം ഒറ്റ ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീർക്കുന്ന ആൾക്കാർ അന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രംഗത്തേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു എന്താ പറയണ്ട, അതിലേക്ക് അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള ഏർപ്പാടുകളൊന്നുമില്ല. ഇന്നത്തെ പോലെ സമയം കുറവൊന്നുമില്ല. ജോലിയാണെങ്കിൽ നമ്മളെന്തെങ്കിലും വീട്ടിലുള്ള ജോലി, അത്യാവശ്യം എന്തെങ്കിലും കൃഷിപ്പണിയൊക്കെ അച്ഛനും അമ്മേനെ സഹായിച്ച് ബാക്കി കിട്ടുന്ന ഒട്ടുമുക്കാൽ സമയങ്ങളും പുസ്തകം വായനയോ അല്ല വായനശാലയിലുള്ള കളികളോ മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ സമയക്കുറവൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ വായിക്കുന്നതിന് നല്ല സമയമുണ്ട്. ഇന്നാണ് പൊതുവെ നമുക്ക് തീരെ സമയമില്ലാത്ത അവസ്ഥ. മനുഷ്യൻ ഇങ്ങനെ പുരോഗമിച്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ സമയങ്ങളിങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതും എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ ഈ റേഡിയോ വലിയ ഒരു കാളം പോലത്തെ സാധനം വായനശാലയുടെ ചുമരിൻ്റെ മേലെ ഇങ്ങനെ പാട്ട് പാടുന്ന, അതിനും ഒരു വലിയൊരു വയറൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ആ സാധനമുണ്ട്. വായനശാലയിൽ നമ്മുടെ നാട്ടിൽ ആ സാധനം ഉണ്ടായിട്ടില്ല, വായനശാലയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കും ഈ സാധനം. അപ്പോൾ അത് കണ്ണൂർ കൊണ്ടുപോയി, കണ്ണൂർ ഇതിൻ്റെ ഒരു സ്ഥലമുണ്ട് PWD ഓഫീസിൻ്റെ. ഞാൻ പിന്നെ ജോലി കിട്ടി അവിടെ പോയതിന് ശേഷം നമ്മുടെ വായനശാലയിലെ റേഡിയോ റിപ്പയർ ചെയ്യാൻ ഇവിടെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അവിടെ പോയി മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവർ റിപ്പയർ ചെയ്ത് കൊടുക്കും. ഒറ്റ സ്റ്റേഷൻ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ആണെങ്കിൽ കോഴിക്കോട് മാത്രമേ കിട്ടൂ, വേറെ സ്റ്റേഷൻ കിട്ടില്ല. അപ്പോൾ അത് തിരിക്കാനൊന്നുമില്ല, വേറെ ഒന്നുമില്ല, ഒരു FM റേഡിയോ പോലത്തെ ഒരു സാധനം. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ അതുണ്ട്. അതിന് കുറച്ച് അത് ഈ ബ്ലോക്ക് വക, ഈ വികസന ബ്ലോക്ക്, നമ്മുടെ ഇരിക്കൂർ ബ്ലോക്ക് NES ബ്ലോക്ക് മുഖാന്തരമാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത്, അങ്ങനെ എന്തുവാണ് റേഡിയോ നമ്മുടെ വായനശാലയില്ല. അത് എല്ലാ വായനശാലയിലും വന്ന് ആ കാലത്തുണ്ട് ഈ സാധനം. ഈ KA കേരളീയൻ, സുബ്രഹ്മണ്യ ഷേണായി, ഈ മോറാഴ സംഭവത്തിന് ശേഷം ഈ KA കേരളീയനും സുബ്രഹ്മണ്യ ഷേണായി എന്ന് പറയുന്നത് പയ്യന്നൂർ. അദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിലുണ്ടായ പേര് ഭാസ്കരൻ മാസ്റ്റർ എന്നാണ്. ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഈ വായനശാല പ്രവർത്തനം നടത്തിയിട്ടുമുണ്ട്. ഇപ്പം കല്യാട്ട്, ബ്ലാത്തൂർ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്, അവിടെയുണ്ട്, വേളത്തുണ്ട്, കയറത്ത്, സ്ഥലത്തൊക്കെ ഈ വായനശാലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്, ഭാസ്കരൻ മാഷ്. അതുപോലെ തന്നെ KK കുഞ്ഞനന്ദ നമ്പ്യാർ, KA കുഞ്ഞിക്കണ്ണ്, ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ സജീവമായിട്ട് ഉണ്ടായ ആൾക്കാരും പ്രവർത്തകരുമാണ്. ഇവരൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനൊരു സ്ഥാപനം ഉണ്ടായി കിട്ടിയത്. അതിങ്ങനെ തെറ്റില്ലാണ്ട് നടത്തി കൊണ്ടുപോകുന്നതേ പറഞ്ഞോളൂ. അവരുദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആവുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും മോശമില്ലാത്ത രീതിയിൽ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മളെ MLA ഗോവിന്ദ മാഷയുടെ ഒരു സഹായത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ടോടു കൂടി 25 ലക്ഷം റുപ്യ അനുവദിച്ചിട്ട് അതിന് മുമ്പിലൊരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള 10,000-20,000 പുസ്തകങ്ങളുണ്ട്. പിന്നെ 2000-ത്തിനടുത്ത് മെമ്പർമാർ, അതിൽ 350ഓളം സജീവ മെമ്പർമാരുണ്ട്. 2000-ഓളം മെമ്പർമാരെന്ന് പറയുന്നത് അത് മുഴുവൻ ഈ ഇതായിരിക്കണമെന്നില്ല, ഒരു 600-നടുത്ത് മെമ്പർമാർ ലൈവായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളത്. അഹങ്കാരത്തോടു കൂടി ചില സ്ഥലത്തെല്ലാം ഇങ്ങനെ പോയി പറഞ്ഞിട്ടുണ്ട്, ഏത് സമയത്തും ഒരു 50 ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ, 50 ചെറുപ്പക്കാരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വായനശാലയിൽ വന്നാൽ മതി, രാത്രിയായാലും പകലായാലും. ഇന്ന് ചെറുപ്പക്കാരില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരാരും നമ്മുടെ നാട്ടിലല്ല പഠിക്കുന്നത്. കുട്ടികളൊക്കെ ഒരു +2 കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ടാണ് പഠിക്കുന്നത്. പണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മട്ടന്നൂർ കോളേജ്, അല്ലെങ്കിൽ സർ സയ്യിദ് കോളേജ്, അല്ലെങ്കിൽ കണ്ണൂർ SN കോളേജ്, അങ്ങനെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും TTCക്കോ അങ്ങനെയാണ് പഠിക്കുക, അത്രയേ ഉള്ളൂ പഠിപ്പ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വിവിധ കോഴ്സുകളിൽ വിവിധ സ്ഥലങ്ങളിൽ
അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പ്രസക്തി വേണ്ടത്ര മനസ്സിലാക്കാത്ത ആൾക്കാർ, ഒരു സമൂഹം. പണ്ട് അങ്ങനെയല്ല. വായനശാല എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഉള്ള തിരിച്ചറിവുണ്ട് ഇന്ന്. പക്ഷേ അതിന് ഇല്ലെങ്കിലും ഈ കാര്യങ്ങൾ, ഈ ആളുടെ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ എടുത്തുകൊണ്ട് പോകുന്നൊരു സാധനമുണ്ട്. ഈ ആശുപത്രിയിലേക്ക് കാണുന്നില്ല, സ്ട്രെച്ചർ എന്ന് പറയും. നമ്മുടെ വായനശാലയിൽ നമ്മൾ വാങ്ങി വെച്ച സാധനമാണ്. മയിലാശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വയൽ, അന്നൊന്നും റോഡില്ല, വയലിൽ വരമ്പമ്മിലേക്ക് കൂടെ കൊണ്ടുവരണം. ആദ്യമൊക്കെ കസേരയോ അല്ലെങ്കിൽ ബെഞ്ചിൽ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാം. പിന്നെ സ്ട്രെച്ചർ വാങ്ങിയതിന് ശേഷം അത് നമ്മൾ 4 ആൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കെന്താ, പണ്ട് ഞാൻ 30 കൊല്ലം സെക്രട്ടറി ആയി എന്ന് പറഞ്ഞാൽ കാലത്തിനല്ല, എത്ര കൊല്ലമായി എന്നുള്ളതൊന്നല്ല വിഷയം. അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി പണി ഇന്നൊരു വായനശാല സെക്രട്ടറിക്കുന്നുണ്ട്. ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനാണെന്ന് പറഞ്ഞല്ലോ. സർക്കാർ ജീവനക്കാർ മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടനയുടെ ചെറിയൊരു പ്രവർത്തനം കൂടിയാണ്. കൃഷ്ണേട്ടനൊക്കെ അറിയാം, ഒരു NGO-ൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ആയാൽ പോലും പിന്നെ നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകണം, എന്തെങ്കിലും പുറത്ത് ഇറങ്ങി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ആ പ്രവർത്തനവും ചെയ്തിട്ട് ഈ വായനശാല പ്രവർത്തനം നടത്താൻ സമയമുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. ഇന്ന് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ എല്ലാ സ്ഥലത്തും അങ്ങനെ ആവുമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഒട്ടുമുക്കാൽ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. സെക്രട്ടറി പ്രസിഡൻറ്റ് അവരുടെ തലയിൽ വലിയ ബാധ്യത, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല രീതിയിൽ ഇടപെട്ടാലും നല്ല രീതിയിൽ മനസാന്നിധ്യം ഉണ്ടെങ്കിലും മാത്രമേ ഇന്നത്തെ വായനശാല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ. അത്രയധികം സങ്കീർണതയുണ്ട്, കാര്യങ്ങൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്ര എളുപ്പമല്ല.